ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ന്യൂ ഇയർ കഴിഞ്ഞിട്ട് വീഡിയോ ഒന്നും ഇടാൻ പറ്റിയില്ല, ഇത്തിരി തിരക്കുകളൊക്കെ ആയിപ്പോയി. അപ്പം ഞാനിന്ന് വീട്ടിലാണ്. എൻ്റെ വീട്ടിലെ എനിക്ക് കുറച്ച് ചെടിയുണ്ട്. ഇതൊക്കെയാണ് എൻ്റെ ചെടികൾ. അടിക്കുന്ന ഇതൊക്കെയാണ്. കുറച്ചേ ഉള്ളൂ കേട്ടോ, സ്ഥലമില്ല നമുക്ക്. എനിക്ക് അധികം സ്ഥലമില്ലാത്തതുകൊണ്ട് ഇത്തിരിയൊക്കെ ചെടികളേ ഉള്ളൂ കേട്ടോ. എല്ലാം അങ്ങ് ഉണങ്ങിയൊക്കെ പോകും കുറേയൊക്കെ. പിന്നെ എപ്പോഴും വെള്ളമൊന്നും ഒഴിക്കാൻ പറ്റില്ലല്ലോ. അപ്പം എൻ്റെ മണി പ്ലാന്റാണ്. ഞാൻ വീട്ടിലെ ജനലയിൽ കൂടെ കയറ്റിയേക്കുന്നതാണ് മണി പ്ലാന്റ്. ഭയങ്കര മണി പ്ലാന്റ് പ്രേമിയാണ്. മണി പ്ലാന്റ് കാണിക്കാവേ. ഇതെൻ്റെ ഞാൻ പുറത്ത് വെച്ചേക്കുന്ന ഒരു മണി പ്ലാന്റാണ്. ഇതിങ്ങനെ കുറച്ചായി വെച്ചിട്ട് അത് കിളിത്ത് വളർന്നിങ്ങനെ പോകുന്നത്. കയറ്റി വിടാൻ സ്ഥലമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വെച്ചേക്കുന്നത്. ഇത് പിന്നെ കുറച്ച് ചെടികളൊക്കെ ഇത് ഞാൻ വാങ്ങിച്ചതായിരുന്നു. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് എല്ലാവരും സിസ്റ്റർ എടുത്തുകൊണ്ട് പോയി ഞാൻ വേറെ ചട്ടിയിലൊക്കെ മാറ്റി മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊക്കെ കുറച്ച് ചെടികളൊക്കെ ഉള്ളു കേട്ടോ, ഒത്തിരിയൊന്നും ഇല്ല. ഇനിയും കുറേ കൂടെ വെക്കണമെന്നുണ്ട്, പക്ഷേ എനിക്ക് ഇവിടെ സ്ഥലം പോരാ. അപ്പം നമ്മൾ ഇന്നിവിടെ ഒരു ചെറിയ ബ്യൂട്ടി ടിപ്സായിട്ടാണ് വന്നിരിക്കുന്നത്. വീട്ടമ്മമാർക്കൊക്കെ എളുപ്പം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളെല്ലാവരും എപ്പോഴും പാർലറിലൊന്നും പോയി ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പം വീട്ടിലുള്ള ഒരു 3 ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് ഞാൻ ചെയ്യുന്നത്. എല്ലാവർക്കും വീട്ടിലുണ്ടാകുന്ന കാര്യങ്ങളാണ്. ഇപ്പോൾ എല്ലാവരുടെയും വീട്ടിൽ കറ്റാർവാഴ ഉണ്ടാകും, തേനുണ്ടാകും, മുട്ടയുണ്ടാകും. അപ്പോൾ ഈ 3 സാധനം വെച്ചിട്ടാണ് ഞാനിവിടെ ഒരു ബ്യൂട്ടി ടിപ്സ് ചെയ്യുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമാകുമേ. അപ്പം നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പം കറ്റാർവാഴ കാണുമായിരിക്കും തോന്നുന്നു എല്ലായിടത്തും. ഞാനൊരു ചെറിയ കറ്റാർവാഴ വെച്ച് ഉണ്ട്, 1-2 ഉണ്ട്. ഇതിൽ നിന്ന് എടുത്ത് ഇത് വേറൊരെണ്ണമായിരുന്നു. ഇത് ഇത്തിരി കൂടെ കട്ടി കൂടിയ ഒരു സാധനമാണ്. ഇത് ജെല്ല് മാതിരി ഇരിക്കും ഇതിൻ്റെ നീര് കണ്ടാൽ. അപ്പം ഇതില്ലാതെ അലോവേരയാണ്. അലോവേര ജെല്ലും മിക്കവാറും എല്ലാവരും മേടിച്ചിട്ട് അതാണ് യൂസ് ചെയ്യാറുള്ളത്. കറ്റാർവാഴ ഫ്രഷ് എല്ലാവർക്കും കിട്ടത്തില്ല. അലോവേര ജെല്ല് നമുക്ക് മാർക്കറ്റിലെല്ലാം കിട്ടുമല്ലോ, എല്ലാ കടകളിലും ഒക്കെ കിട്ടുന്നതാണ്. അപ്പം അലോവേര ജെല്ല് എടുക്കുക 1 സ്പൂണ്. അല്ലെങ്കിൽ ഇതുപോലെ ഞാനിപ്പോൾ എൻ്റെ കറ്റാർവാഴ ഫ്രഷായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ടാണ് എൻ്റെ കറ്റാർവാഴയെന്ന് ഞാൻ എങ്ങനെ എടുക്കുന്നതല്ല കേട്ടോ, ഇതിപ്പം വളർന്ന് വരട്ടെ എന്ന് ഓർത്തിട്ട്. എന്നിട്ട് ഇത് മുറിച്ചെൻ്റെ കറ്റാർവാഴ. അപ്പോൾ അതിനായിട്ട് ഇവിടെ നിന്നൊരു ഇത് കണ്ടല്ലോ, ഒരു മഞ്ഞ ഒരു ലിക്വിഡുണ്ട്. എൻ്റെ ആ മഞ്ഞ ലിക്വിഡ് കണ്ടോ, ആ ലിക്വിഡെല്ലാം പോയിട്ട് നമ്മളിത് കഴുകി വൃത്തിയാക്കിയിട്ട് നമുക്കിത് എടുക്കാണ്ടോ. ആ ലിക്വിഡ് കണ്ടോ, അത് ചിലപ്പം ചൊറിയത്തില്ല നമ്മൾ മുഖത്തൊക്കെ പുരട്ടുമ്പോൾ. അപ്പോൾ ആ ലിക്വിഡ് പോകണം. കുറച്ച് നേരം നമുക്കത് വയ്ക്കാം. ആ ലിക്വിഡ് പോയി കഴിഞ്ഞ് കഴിയുമ്പം നമ്മളത് അപ്പോൾ നമുക്ക് വീട്ടിലെല്ലാം ഇതുപോലെ ഒരു ചട്ടിക്കകത്ത് വെക്കാനുള്ളതേ ഉള്ളൊരു കറ്റാർവാഴ എപ്പോഴും അത്യാവശ്യമാണ്. വീട്ടമ്മമാർക്കൊക്കെ എപ്പോഴും അത്യാവശ്യമുള്ളൊരു കാര്യമാണ്. എല്ലാവരും ഒരു കേട്ടോ. അല്ലാത്തവർ അലോവേര ജെല്ലെടുത്തിട്ട് 1 സ്പൂൺ ജെല്ലെടുത്തിട്ട് ചെയ്യാം. ഞാൻ അതിൻ്റെ ബാക്കി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇതൊന്ന് പോയിക്കോട്ടെ. അപ്പം നമുക്ക് കറ്റാർവാഴ ഇതൊന്ന് വാഷ് ചെയ്ത് ആ മഞ്ഞ ജെല്ലെല്ലാം ഇല്ലേ, ആ യെല്ലോ കളറുള്ള ജെല്ലും അതെല്ലാം ഒന്ന് വാഷ് ചെയ്തിട്ട് നല്ലതായിട്ട് നമുക്ക് വാഷ് ചെയ്തിട്ട് എടുക്കാവേ. നേരം വെച്ച് കഴിയുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആ ജെല്ല് ഫുള്ള് പൊക്കോളും കേട്ടോ. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, ഞാൻ പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. എന്നിട്ടത് വാഷ് ചെയ്തു. എന്നിട്ട് നമുക്ക് ഇത് എല്ലാം വൃത്തിയാക്കി എടുക്കണം. ഇതിൻ്റെ ഈ സൈഡിൽ നിന്നുള്ള ഇത് മുള്ളാണ്, നമ്മുടെ കൈയെല്ലാം കൊണ്ട് കയറത്തില്ലേ. അപ്പോൾ ഈ മുള്ളെല്ലാം ഇങ്ങനെ ഒരു ചെറിയ കത്തി എടുത്തിട്ട് 2 സൈഡിലുള്ള ഇതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കണം. അപ്പോൾ ഇതെല്ലാം എടുത്തു. എന്നിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഇതിൻ്റെ ഈ സ്കിന്നുണ്ടല്ലോ, ചെറിയ സ്കിന്നാണ്. അത് നമ്മൾ ഒരു ചെറിയ കത്തിയും കൊണ്ടോ സ്പൂണായിട്ടോ ഇങ്ങനെ എടുത്ത് ഇങ്ങനെ ഒറ്റ ഒരു ഇതിലിങ്ങനെ വരും കേട്ടോ. ആ ചെറിയ നല്ല ഇതായിട്ട് ഇങ്ങനെ വരും ആ സ്കിന്ന്. നമുക്ക് ആവശ്യത്തിന് എത്രയും വേണോ അത്രയും എടുത്താൽ മതി. ഞാനിപ്പോൾ ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നമുക്കൊരു 1 സ്പൂണിൻ്റെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ നമുക്കിത് ആ സ്കിന്നെല്ലാം എടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ
ഒരു സ്പൂൺ എടുക്കുക. സ്പൂൺ എടുത്തിട്ട് ഇതാ, ഒട്ടും പാടില്ല. ഇത് ഇങ്ങനെ എടുത്താൽ നല്ലതായിട്ട് വരും. കണ്ടോ, നല്ല ജെല്ലാണിത്. ഇതുപോലെ ഒരു സ്പൂണും കൊണ്ട് ഈ ജെല്ലിങ്ങനെ അങ്ങ് എടുക്കണം. എല്ലാവരും ചെയ്യുന്നതാണ്. ഇങ്ങനെ നമ്മൾ എത്രയും വേണോ അത്രയും ജെല്ലെടുക്കുക. നമുക്കിപ്പോൾ ഇത്രയും ജെല്ലിൻ്റെ ആവശ്യമേ ഉള്ളൂ. ഞാനതങ്ങ് എടുത്തുനിന്ന് കാണിക്കാനായിട്ട്, ജെല്ല് ഇതിൻ്റെ അടുത്ത് എങ്ങനെ എടുക്കുന്നതെന്ന് കാണിക്കാനായിട്ട് കണ്ടില്ലേ, ഫുള്ളായിട്ട് ജെല്ല് വന്നു കേട്ടോ, നന്നായിട്ട് വന്നു. എന്നിട്ട് നമ്മളത് നന്നായിട്ട് ഇങ്ങനെ അങ്ങ് ഒട്ടും കളയണ്ട കേട്ടോ, അലോവേര കിട്ടാൻ വേണ്ടി പാടില്ലേ. അപ്പോൾ അത് നമ്മളങ്ങനെ ജെല്ലെടുക്കുക. എന്നിട്ട് അതങ്ങോട്ട് മാറ്റി വയ്ക്കുക. വഴക്കുണ്ടാകും. ഇത് കണ്ടില്ലേ, കാണിച്ചോനെ, ഇതാണ് ഫ്രഷ് അലോവേര ജെല്ലായിട്ട് വരുന്നത്. നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കുമ്പം വേറൊരു കളറിലല്ലേ പിന്നെ ഒരു ഗ്രീൻ കോണൊക്കെ ഉള്ളത്, അത് അങ്ങനെയാണ് അത് കിട്ടുക. ഇതാണ് ഫ്രഷായിട്ടുള്ളത്. ദിച്ചുവാവ് കാണിക്കുമെന്നോ, ഇതാണ് ഫ്രഷ് അലോവേര. ഇനി നമുക്ക് ഈ ജെല്ലുണ്ടല്ലോ നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. നമ്മൾ കൈ കൊണ്ട് എടുത്താൽ നന്നായിട്ട് കിട്ടും. നല്ലതായിട്ട് ഉടച്ച് എടുക്കണമെന്ന് പറയത്തില്ലേ, അതുപോലെ എടുക്കണം. നല്ല കട്ടിയായിട്ടല്ലേ ഇരിക്കുന്നത്. ഇത് ദിച്ചുവാവിട്ട് കൈ ഇട്ട് ഇളക്കുവാണ്. എന്ത് ചെയ്യാൻ, ദിച്ചുവാവ് ഒന്നും സമ്മതിക്കുന്നില്ല. ഇത് നല്ല ആക്കിയിട്ട് ലിക്വിഡ് പോണക്ക് നമുക്ക് ഇതെടുക്കാം. കുറച്ച് നേരമായിട്ട് ഇതുപോലെ ജെല്ല് അടിച്ചാൽ നന്നായിട്ട് വരും. ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. കണ്ടില്ലേ, നല്ല പതഞ്ഞ് നല്ല പരുവത്തിൽ വരുവേ. ഒരു 5 മിനിറ്റത്തെ പണിയല്ലോ കേട്ടോ, പെട്ടെന്ന് ചെയ്യാവുന്ന കാര്യമുള്ളല്ല. ഇതിപ്പോൾ ഇങ്ങനെ വീഡിയോ എടുക്കുന്നതുകൊണ്ട് നമ്മൾ കുറേ ടൈം എടുക്കുന്നതേ ഉള്ളൂ. എളുപ്പം ചെയ്യാവുന്ന കാര്യമാണ്. കണ്ടില്ലേ, നന്നായിട്ട് കണ്ടോ പറഞ്ഞു വന്നിട്ടുണ്ട്. കാണിക്കട്ടെ മോനെ, ഇത് കണ്ടോ, ഈ പരുവത്തിൽ വരും കേട്ടോ. എല്ലാവരും കാണിച്ചു കണ്ടോ കണ്ടു, എല്ലാവരും കണ്ടേ. അടുത്ത നമ്മൾ എടുക്കാൻ പോകുന്നത്, ഞാൻ അത് ജെല്ലെല്ലാം ആക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു മുട്ടയാണ്. ഇത് നാടൻ കോഴിയുടെ മുട്ടയാണ്, വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് അമ്മ പപ്പ വന്നപ്പോൾ. അതാണ് ഈ മുട്ട. അല്ലേ, നമുക്കൊന്നും എല്ലാവർക്കും നാടൻ കോഴിയുടെ മുട്ട കിട്ടില്ല, നമുക്ക് സാധാരണ അല്ലാത്ത മുട്ട കിട്ടുന്നത്. എപ്പോഴും ഞാനത് ഉപയോഗിക്കുന്നത് കേട്ടോ. ഇതിപ്പം വീട്ടിൽ ഇരുന്നത് കൊണ്ട് ഉപയോഗിച്ചതാണ്. അപ്പം ഒരു മുട്ട എടുക്കുക. മുട്ട എടുത്തിട്ട് നമ്മളെ മുട്ടേൻ്റെ ഇങ്ങനെ അങ്ങോട്ട് പൊട്ടിക്കുക. അതിൻ്റെ മേൽഭാഗം മാത്രം പൊട്ടിച്ച് കളഞ്ഞിട്ട് മുട്ടയുടെ വൈറ്റ് മാത്രം എടുക്കുക. മഞ്ഞ യാതൊരു കാരണവശാലും നമുക്ക് വേണ്ട. നമുക്ക് വെള്ളക്കരു മാത്രം മതിയേ. എഗ് വൈറ്റ് മാത്രം എടുക്കുക. അത് ഒരു മുട്ടയുടെ വെള്ളക്കരു എടുക്കുക. എന്നിട്ട് നമ്മൾ ഇത് അടിച്ച് പതിപ്പിച്ചെന്ന് പറഞ്ഞോട്ടെ, ഇത് നന്നായിട്ട് ഒരു കുറച്ച് നേരം ഒന്ന് അടിച്ച് ദിച്ചുവാ വരുന്നതെന്നെല്ലാം കാണിക്കുന്നു. ഇതാണ് മുട്ട. ഇതുപോലെ അടിച്ച് നന്നായിട്ട് പതപ്പിക്കണേ. കണ്ടില്ലേ, ഇപ്പോൾ നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. മുട്ട നമുക്കെല്ലാം അറിയാവുന്നതാണ്, സ്കിൻ ടൈറ്റനിങ് എല്ലാം ചെയ്യുന്നതാണ്. നമ്മൾ സാധാരണ എല്ലാവരും മുട്ടയുടെ വൈറ്റ് എടുത്തിട്ട് സ്കിൻ ടൈറ്റനിങ്ങിനൊക്കെ ഇടാറുള്ളതാണല്ലോ. അപ്പോൾ അതെല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇത് അതിൻ്റെ കൂട്ടത്തിൽ കറ്റാർവാഴയുടെ ജെല്ലും കൂടെ ആകുമ്പോൾ ഒന്നുകൂടെ സ്കിന്നെല്ലാം നല്ല ഗ്ലോ ആയിട്ട് വരും. നല്ല ഗ്ലോ ആണ്. ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. നല്ലതായിട്ട് വന്നിട്ടുണ്ട്. കറ്റാർവാഴ ദിച്ചുവാവ ഒഴിച്ചേ. നമ്മളിനി ദിച്ചുവാൻ ഒഴിച്ച് തന്നത് കേട്ടോ. കറ്റാർവാഴയുടെ ജെല്ല് അല്ലെങ്കിൽ സമ്മതിക്കത്തില്ല. കറ്റാർവാഴയുടെ ജെല്ലും കൂടെ നമ്മളിതിനകത്തോട്ട് മിക്സ് ചെയ്യുവാണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ട് ഇനി നമുക്ക് ഒരു സാധനം കൂടെ മിക്സ് ചെയ്യാനുണ്ട് കേട്ടോ. നോക്കിക്കോണേ, ഇത് നന്നായിട്ട് പതഞ്ഞു. രണ്ടും കൂടെ മിക്സ് ചെയ്തപ്പം നന്നായിട്ട് പതഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനായിട്ട് ചെയ്യാൻ പോകുന്നത് തേന്, ഹണിയാണ്. ഇത് ഇവിടെ മോൻ മേടിച്ചുകൊണ്ട് വന്നതാണ് ഹണി. നല്ല ഹണിയാണ്, യൂസ് ചെയ്യുന്നതാണ്. ഇനി ഒരു സ്പൂണ് ഹണിയും കൂടെ ഒഴിക്കുവാണേ. ഒരു സ്പൂൺ ഒഴിച്ചാൽ മതിയാകും കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യത്തേനെ അത് മതിയാകും. മാറ്റി ഇനി ദിച്ചുവാവയാണ് ഇളക്കുന്നത്. ദിച്ചുവാവയും ഞാനും കൂടെ കൂടിയിട്ട് മിക്സ് ചെയ്യുവാണേ. എന്നിട്ട് ദിച്ചുവായുടെ ഫേസിൽ ഞാൻ ഇട്ട് കൊടുക്കും അല്ലേ, ദിച്ചുവായുടെ ഫേസിലിട്ട് തരട്ടെ. അപ്പോൾ ഇത് മൂന്നും കൂടെ ചേർത്ത് കഴിയുമ്പോൾ തേന്, ഹണിയെപ്പറ്റി ഞാനൊന്നും പറയുന്നില്ല, എല്ലാവർക്കും ഹണി തേനിനെ പറ്റി അറിയാവുന്നതാണ്. തേന് നമ്മളെ മുഖത്ത് പുരട്ടാവുന്നതാണ്. സ്കിൻ ടൈറ്റനിങ്ങിനും എല്ലാത്തിനും നല്ലൊരു ഇൻഗ്രീഡിയൻ്റാണ് തേന്.
തേനും തക്കാളി നീര്, ലെമണിൻ്റെ നീര് എല്ലാം കൂടെ അല്ലാതെ ചെയ്യുന്നുണ്ട് നമ്മൾ. അങ്ങനെ ഒത്തിരി ടിപ്സുകളുണ്ട് തേൻ വെച്ചിട്ട്, എല്ലാവരും ചെയ്യുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞാൻ തേനും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്, 1 സ്പൂൺ തേന്. ഇതൊക്കെയെന്ന് ചോദിച്ചാൽ കറ്റാർവാഴ ജെല്ലുണ്ട്, തേന്, ബിച്ചുവാവ ഇത് കണ്ടില്ലേ. ഇത് എല്ലാവരും കാണിച്ചു കൊടുക്കട്ടെ. ചോദിച്ചു മുട്ടയുടെ വെള്ള, കറ്റാർവാഴ ജെല്ല്, തേന് എല്ലാം 1 സ്പൂണ് വീതം ആണ് ഇപ്പം ഞാൻ ചെയ്തിരിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഫേസ് എല്ലാം നല്ലതായിട്ട് വാഷ് ചെയ്തിട്ട്, നല്ല സ്കിന്നെല്ലാം നല്ലതായിട്ടൊന്ന് വാഷ് ചെയ്യണം. വാഷ് ചെയ്തിട്ട് സ്ക്രബ് ചെയ്യുന്നെങ്കിൽ സ്ക്രബ് ചെയ്യുക. എങ്ങനെയാണെന്ന് വെച്ചാൽ അല്ല, എപ്പോഴും സ്ക്രബിൻ്റെ ആവശ്യമില്ലല്ലോ. എന്നിട്ട് നമ്മളിത് ആഴ്ചയിൽ ഒരു പ്രാവശ്യമെങ്കിലും ഇതൊന്ന് ചെയ്യുകയാണെങ്കിൽ നന്നായിരിക്കും. നമ്മുടെ ഫേസെല്ലാം നല്ല ഗ്ലോ ആയിട്ട് വരും കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് ഞാനൊന്ന് പെരട്ടി കാണിക്കണമായിരിക്കും അല്ലേ. നമുക്കിതൊന്ന് എടുത്ത് നോക്കാം എങ്ങനെയാണെന്ന്. കണ്ടില്ലേ. അപ്പം നമ്മൾ ഇത് ബ്രഷ് കൊണ്ടിടുന്നവരാണെങ്കിൽ ബ്രഷും കൊണ്ടിടുക, അല്ലെങ്കിൽ നമ്മൾ കൈ കൊണ്ടാണ് എടുക്കുന്നെങ്കിൽ ഇതുപോലെ കൈ കൊണ്ട് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഫേസിലെല്ലാം അപ്ലൈ ചെയ്യുക. ഇതിപ്പം തിച്ചുവാവ് കൂടി ഇരിക്കുന്നതുകൊണ്ട് എനിക്ക് ഫേസിലൊന്നും കാണിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ്. അല്ല ഞാൻ ഫേസിലിടാമെന്ന് വെച്ചിട്ടായിരുന്നു വന്നത്, സമ്മതിക്കുന്നില്ല അടുക്ക ഇരുന്നുകൊണ്ട്. അപ്പോൾ ഇതുപോലെ നമ്മളൊന്ന് ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത്, കണ്ടില്ലേ, ഇതുപോലെ നമ്മളൊന്ന് ഫേസിലെല്ലാം ഒന്ന് അപ്ലൈ ചെയ്ത് നന്നായിട്ട് ഒരു പ്രാവശ്യം ഒന്ന് അപ്ലൈ ചെയ്ത് ഒരു 5 മിനിറ്റ് വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതൊരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പോൾ നമ്മളത് കൈ മാറ്റാൻ കിടന്നുകൊണ്ട് പറയുന്നത് കേട്ടോ. ഇതാണ് അവസ്ഥ. 10 മിനിറ്റ് നമ്മൾ ഒരു 10-15 മിനിറ്റൊക്കെ വെക്കാം. നമുക്ക് എന്ത് ഫേസ് പാക്ക് ആണെങ്കിലും നമ്മൾ 15 മിനിറ്റ് വെക്കണമെന്ന് നല്ല പാർലറുകാരാണെങ്കിൽ പോലും പറയും. അപ്പോൾ നമ്മളതൊരു 15 മിനിറ്റ് അതിൻ്റെ ഇടയിൽ നമുക്ക് ജോലികളൊക്കെ ചെയ്യാമല്ലോ ഇതിട്ട് കഴിഞ്ഞിട്ട്. അപ്പം പിന്നെ കൂടുതൽ സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലേ. അപ്പോൾ ചുളിവ് വരത്തില്ലേ സ്കിന്നിന്. ടൈറ്റനിങ് ആണല്ലോ നമ്മൾ ഉദ്ദേശിക്കുന്നത്. മുട്ടയുടെ വെള്ള എന്ന് പറയുമ്പോൾ ടൈറ്റനിങ് ആണ്, നമ്മുടെ സ്കിന്ന് ടൈറ്റ് ആകാനായിട്ടാണ്. എന്നിട്ട് നമ്മളല്ലാത്ത പണികളൊക്കെ നമുക്ക് തുണി വാഷ് ചെയ്യുകയൊക്കെ ചെയ്യാമല്ലോ, കിച്ചണിൽ പണി ചെയ്യാം, അങ്ങനെയുള്ള പണികളൊക്കെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇത് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു തുണി കൊണ്ടോ നനഞ്ഞ ഒരു തുണി എടുത്തിട്ട് ഫുള്ളത് റിമൂവ് ചെയ്തെടുത്തിട്ട് തണുത്ത വെള്ളത്തിൽ നന്നായിട്ട് മുഖം വാഷ് ചെയ്തെടുക്കണം. അപ്പം കാണാം അത്ഭുതം, നമ്മുടെ സ്കിന്നെല്ലാം നല്ല സോഫ്റ്റ്നെസ് ആകും, നല്ല ഗ്ലോ ആകും. വീട്ടമ്മമാരൊക്കെ നല്ല ഗ്ലോ ആയിട്ട് വരും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്നോട് പറയണേ. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ ടിപ്സ് അല്ലേ ഞാൻ. അപ്പം എൻ്റെ ടിപ്സ് എല്ലാവരും ചെയ്തിട്ട് അഭിപ്രായം പറയണേ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ഷെയർ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അപ്പം നമുക്ക് അടുത്ത നല്ലൊരു വിഭവമായിട്ട് വരാം. അതുവരേക്കും ബായ് ബായ്.